പള്ളിക്കലാറിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓട്ടംതുള്ളൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അക്ഷയ അനിലാണ് നമുക്കിപ്പം ഉള്ളത്. അക്ഷയ സ്കൂൾ ഏതാണ്? SCVHSS കൊറ്റനാട്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ. സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് മത്സരിക്കുകയാണ്. ഞാൻ 3 വർഷമായിട്ട് മത്സരിക്കുന്നുണ്ട്. ജില്ല വരെ വരും. ജില്ലയിൽ നിന്ന് കയറി വരാറില്ല. ഈ വർഷമാണ് ആദ്യമായിട്ട് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടെയാണ്. അതെ തീർച്ചയായിട്ടും. ഒരാഗ്രഹമായിരുന്നു സ്റ്റേറ്റിൽ വരണമെന്നുള്ളത്. അപ്പം അത് സാറ് വഴി സാധിച്ചു. ആശാന്റെ പേരെന്താ? നിഖിൽ മലയാലപ്പുഴ ആശാനാണ്. ആശാനെ ആദ്യമായിട്ട് കുട്ടിയുടെ ആഗ്രഹം ആശാൻ സാധിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അത് അവർക്ക് പ്രൈസ് കിട്ടത്തുള്ളൂ. നമ്മൾ പഠിപ്പിക്കാനുള്ളത് എല്ലാ കുട്ടികളെയും ഒരേപോലെ പഠിപ്പിക്കും. അവർ പ്രാക്ടീസ് ചെയ്ത് മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് ആയിരിക്കും മുന്നോട്ടുള്ള ഓരോ വേദികളും. സബ് ജില്ലയായാലും ജില്ലയായാലും ഈ വർഷം ആദ്യമായിട്ടാണ് തുള്ളൽ പഠിക്കുന്നത്. അതിന് പക്ഷേ നല്ല രീതിയിലുള്ള പെർഫോമൻസ്. എന്തായാലും നന്നായി. തുള്ളൽ ആദ്യമായിട്ട് പഠിച്ച് തുള്ളലും കൊണ്ട് സ്റ്റേറ്റിൽ വരാനും പറ്റിയല്ലേ? അതെ ഞാൻ ഈ തുള്ളൽ പഠിക്കുന്ന കാര്യം ദീപക് സാർ എൻ്റെ ഗുരുവിൻ്റെ അടുത്താണ് പറയുന്നത്. സാറാണ് നിഖിൽ സാറിനെ വിളിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത് തന്നത്. അപ്പോൾ സാറും കൂടെ ഞാൻ സ്റ്റേറ്റ് വരാനൊരു കാരണമാണ്. പലപ്പോഴും ഈ കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങൾ, അതായത് സ്റ്റേറ്റിലേക്ക് വരിക, പങ്കെടുക്കുക, A ഗ്രേഡ് കിട്ടുക, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു ചില മനുഷ്യർ കൂടെ ഉണ്ടാകും. അത്തരം ഒരാളാണ് ദീപക് സാർ. ഈ ദീപക് സാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് തുള്ളൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുച്ചിപ്പുടിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാർ ഒരു ആശാനെ ഏർപ്പാടാക്കി കൊടുത്തു. ഇത് വല്ലാത്ത ചൈത്തായിപ്പോയി. കുട്ടിക്ക് സ്റ്റേറ്റിൽ വരെ എത്താൻ പറ്റിയതുകൊണ്ട്. അതെ അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹം അതല്ലേ ഉള്ളൂ. കാര്യം തുള്ളൽ അല്ലെങ്കിൽ കുച്ചിപ്പുടി ഏതെങ്കിലും ഒരെണ്ണമായിരുന്നു ഓപ്ഷൻ. അപ്പം രണ്ടും എടുത്തു. ജില്ലയായപ്പം നമ്മുടെ കുട്ടിയോട് തന്നെ മത്സരിച്ച കുട്ടിക്ക് സെക്കൻഡ് എത്തി. പിന്നെ അടുത്തൊരു ഓപ്ഷൻ തുള്ളലുള്ളതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി. അക്ഷയെ സംബന്ധിച്ചുള്ള അക്ഷയ കുറേ പ്രതിസന്ധിയിലൂടെയാണ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. അതെനിക്ക് ഈ ഓപ്പൺ ഫ്ലോറിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അക്ഷയുടെ അച്ഛന് കഴിഞ്ഞ മുമ്പത്തെ വർഷം അക്ഷയുടെ അമ്മ എന്നെ വിളിക്കുമ്പോൾ അക്ഷയുടെ അച്ഛന് 1 വർഷത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ഇലക്ട്രിസിറ്റി ഷോക്ക് അടിച്ചിട്ട് ഒരു വർഷത്തോളം വെന്റിലേറ്ററിലായി. പുള്ളിക്കാരന് സെൻസർ പ്രോബ്ലംസ് ഉണ്ടായി. അതിനുശേഷം അക്ഷയ്ക്ക് ക്ലാസ്സിലേക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞപ്പം ചേച്ചിക്കും കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. അതുകൊണ്ട് മൊത്തത്തിൽ അവരൊരു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും തുള്ളൽ പഠിക്കണമെന്നത്. അപ്പം അതിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ നിഖിൽ സാറ് തന്നെയാണ്. കാരണം ഞാൻ ഈ കാര്യം സാറിനെ അറിയിച്ചു. സാറേ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ തുള്ളൽ പഠിക്കണം. അപ്പം ഞാൻ സാറിനോട് ആദ്യം ഈ പറയുന്ന മെഡിക്കൽ ഇഷ്യൂസിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല. അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സാറ് ന്യായമായിട്ടുള്ള ഫീസ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം സാർ എന്നോട് പറഞ്ഞതെടാ നീ ധൈര്യമായിട്ട് ഏൽപ്പിച്ചോ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ഒരു പൂർണ്ണ സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വരെ എത്തിയത്. കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ അപ്പുറം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നൊരു വിശ്വാസവും ആ ഒരു അനുഗ്രഹം ദൈവം തരുകയും ചെയ്തു. അതായത് ചിലർക്ക് വേണ്ടി ചിലർ ചെയ്യുന്ന നന്മകൾ പുറം ലോകം അറിയാറില്ല. നമ്മുടെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വെള്ളാർമലയിലെ കുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് ഇത് അതിജീവനത്തിൻ്റെ കൂടി ഉത്സവമാണ്, കലോത്സവമാണ് എന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായ ഒരു അതിജീവനത്തിൻ്റെ നേട്ടം കൂടെയാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അക്ഷയ ഇവിടെ വന്ന് ഈ സ്റ്റേജ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ആശംസകളും അക്ഷയ അനിലിന് നേരുന്നു. എല്ലാ നന്മകളും ഗുരുക്കന്മാർക്കും നേരുകയാണ്. ക്യാമറാമാൻ വി പത്മകുമാറിനൊപ്പം R ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.